ആൻഡ് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അത് കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്, ആ സിനിമയുടെ പുറകിലിട്ട ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഭയങ്കരമാണ്. കാരണം പൃഥ്വി ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പൃഥ്വി ഇതുവരെ ആരും അങ്ങനെ ഒരു ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. മെലിഞ്ഞ ഒരു അവസ്ഥയിലൊരു ഫോട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു, പക്ഷെ അതല്ല, അതിലും ഭയങ്കര ക്ഷീണിച്ച ഒരു എമ്പുരാനോടെ വരെ. അമ്മ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങളൊന്നും ഫോൺ വിളി വളരെ കുറവാണെന്ന്. ഫോൺ വിളി വളരെ കുറവാണ്. അത് ഹൈദരാലി കൈ നിട്ട് പറയാൻ എനിക്ക് 242 സിനിമ, അത് തിയേറ്ററിൽ കളക്ഷൻ കിട്ടിയ സിനിമ 6 എണ്ണമാണ്, സക്സസ് ആയ സിനിമ 13 എണ്ണം. 244 സിനിമയുടെ എണ്ണത്തിലാണ് ഈ പറയുന്നത്. അല്ല, ചിലവർക്ക് അവാർഡ് കിട്ടുമ്പം they will get lot of opportunities. എനിക്ക് പേഴ്സണലി ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ പോലെ. നമുക്ക് അങ്ങനെ തരാതിരിക്കുമ്പോൾ വളരെ മാനസികമായിട്ട് എനിക്കറിയാം, അന്നൊക്കെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടി. ആ സിനിമ കാണാനുള്ള അവസരം പോലും പ്രേക്ഷകർക്ക് നൽകുന്നില്ലാത്ത അവസ്ഥ. ആ സമയത്തൊക്കെ രുചിയെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ ദയനീയമായിട്ട് തോന്നും. ഇത്രയ്ക്കും ഭാരം ചുവന്ന് നടക്കുകയാണ്. സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നു. അതിൽ നിന്ന് നമ്മൾ പഠിക്കുക, നമ്മുടെ സക്സസിൽ ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. സൗണ്ട് കുറച്ചു പിന്നെ സമാധാനം കിട്ടും. മാരുവിൽ ഗോപുരം അല്ലേ? നമുക്കറിയാം, ഈ സിനിമയെ കുറിച്ച് കുറേ ആയി കേട്ടോണ്ടിരിക്കുക. സിയാദ്ക്കാട് പ്രൊഡക്ഷൻ കമ്പനി കുറേ വാർത്തകൾ, ഇറങ്ങിയ പാട്ടുകളൊക്കെ ഹിറ്റ്, എല്ലാം സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ 4 പേര് സിനിമ റിലീസുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്ദ്രജിത്തിൽ നിന്ന് തുടങ്ങാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗണ്ട് ഇന്ദ്രജിത്തിൽ നിന്ന് തുടങ്ങുന്നല്ല അല്ലേ? ഓ, ഇങ്ങനെ പറയണം, ഉറപ്പായിട്ടും ഇങ്ങനെ പറയണം. ഇന്ന് പറയും, ഇവിടെ തുടങ്ങാൻ പറയും, അതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലല്ലോ അറിയോന്ന് ചോദിച്ചു. ഒരു നല്ല സിനിമ നമ്മൾ കുറെ ആയിരുന്നിട്ട് അല്ലേ, കുറെ നമ്മൾ ഇരുന്നിട്ട് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് വീണ്ടും എത്തുന്നത്. എന്താണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാനുള്ള ഒരു കണ്ടന്റ് എന്തായിരിക്കും? ഇതൊരു ഫൺ ഫാമിലി എന്റർടൈനറാണ്. ഞാൻ നമ്മുടെ മുമ്പത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനു മുൻപും അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഹ്യൂമർ കലർന്ന ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വലിയ രീതിയിൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും അങ്ങനെ ഒരു കഥാപാത്രം ആ ജോണറിൽപ്പെട്ടൊരു സിനിമ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ എൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീരിയസ് സിനിമകളിലൂടെ, സീരിയസ് കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് 2024-ന്. ഇങ്ങനൊരു സിനിമയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഇതിലെ ഷിനു എന്ന കഥാപാത്രം. അപ്പോൾ ആ രീതിയിൽ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഫിലിം. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. നമ്മൾ പാട്ടുകളിൽ നിന്നൊക്കെ കണ്ടുപോയിക്കണം, ഫാമിലി ഒരു ജ്യേഷ്ഠനിയൻ ബന്ധം, അങ്ങനെ ഒരു ബന്ധം പറയുന്ന ഒരു കഥയാണ്. അത് ലിറ്ററലി ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. കാരണം ഒരു ഫാമിലിയിലെ 4 അംഗങ്ങളാണ് ഈ കാണുന്നത്, 4 കഥാപാത്രങ്ങൾ. അപ്പോൾ ഒരു ചേട്ടൻ, അനിയൻ, ചേട്ടൻ്റെ വൈഫ്, അനിയൻ്റെ ഗേൾഫ്രണ്ട്, അങ്ങനെയുള്ള 4 പേര്, അവരുടെ റിലേഷൻഷിപ്സ്, ഈ 4 പേരും നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ റോഡ് ബ്ലോക്സിനെ അവർ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതൊക്കെയാണ് സിനിമയുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കൾമിനേഷനാണ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയാണ്. പക്ഷെ ഇത്തരം ഒരു സിനിമകൾ, ഈ ഫാമിലി സബ്ജക്റ്റ് സിനിമകൾ ഇപ്പം നമുക്ക് കുറെ നാളുകളുടെ അങ്ങനെ സബ്ജക്റ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ പണ്ടൊക്കെ നോക്കുമ്പോൾ സത്യന്തിക്കാണ് കുട്ടികൾ ഒരുപാട് സിനിമകൾ, പക്ഷെ ഇപ്പോൾ അങ്ങനെ സിനിമകൾ വരുന്നില്ല. അത്തരം സിനിമകൾ വരാത്തതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു സീസണിലാണല്ലോ. നമുക്ക് ഒരു സക്സസിന് പുറകെ ഓടുന്ന ഒരു വലിയ വിഭാഗം സിനിമാക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ജോണർ ഓഫ് സിനിമ നന്നായിട്ട് പോകുമ്പോൾ ആ ജോണറെ ചുറ്റിപ്പറ്റി തന്നെ ഇനി അടുപ്പിച്ച് കുറേ പടങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ സിനിമകൾ കൂടുതൽ വരിക എന്നൊക്കെ ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80s-ലാണെങ്കിലും 90s-ലാണെങ്കിലും 2000s-ലാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ സിനിമയിലൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം ചെറിയ നല്ല ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനേഴ്സ് വീണ്ടും മലയാളത്തിലേക്ക് വരും എന്നുള്ളതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് മാരുവിലും ഗോപുരം. ഈ നമുക്ക് സിയാദ് ഖോക്കറിനെ കുറിച്ച് അറിയാം. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആള്, ഒത്തിരി ഹിറ്റുകൾ നൽകിയ ആള്. ഇപ്പോൾ ഈ പുതിയ ആളുകളോടൊപ്പം തന്നെ ഓട്ടം പ്രദർശനം നടത്തുകയാണ് സിയാദ്. ആ പ്രൊഡ്യൂസറെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് തോന്നുന്നു? എത്രയോ സിനിമകൾ മലയാളത്തിന്, ഗംഭീര സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പക്ഷേ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ ലൊക്കേഷനിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഓരോരുത്തർക്കും മൈക്രോ ഡീറ്റെയിലിംഗ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും സിയാദക്കെ പോലൊരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ
ഞാൻ രാവിലെ ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ സിയാദൊക്കെ അവിടെ ഉണ്ടാവും, വൈകിട്ട് പോകുമ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ പുള്ളി ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു പാഷൻ, അതായത് പണ്ട് സിനിമ തുടങ്ങിയപ്പോൾ എന്തായിരുന്നോ പാഷൻ, അതേ പാഷൻ തന്നെ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിരുന്നു സിയാദൊക്കെയോട് വർക്ക് ചെയ്യാൻ. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ചില കാര്യങ്ങളുടെ മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ചിലതൊക്കെ ഒന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. പല സജഷൻസും ഒപ്പീനിയൻസും കാരണം സോങ്സിലെ ചില പോർഷൻസ് ഒക്കെ മാറ്റിയെടുക്കേണ്ടി വന്നു. അതിനൊന്നും ഒരു തടസ്സമോ ഒന്നും പറയാതെ സിനിമയുടെ നിലനിലല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീമിനോടൊപ്പം നിന്നൊരു പ്രൊഡ്യൂസറാണ്. സോ ആ രീതിയിൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിരുന്നു സിയാദൊക്കെയോട് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ അവാർഡിന് ശേഷം റിലീസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും Yes. അല്ല, അവാർഡിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമ കുറെ സിനിമകളുണ്ട്, റിലീസിങ് സിനിമയാണ്. അവാർഡ് കിട്ടും തോറും കൂടുതൽ പ്രഷറുകളിലേക്ക് നമുക്ക് കൂടുതൽ കിടപ്പാടുകൾ കൂടുകയാണ് അല്ലേ. നമുക്ക് ഇനിയുള്ള സിനിമകൾ എങ്ങനെയാകും എന്നുള്ള ചിന്താഗതികൾ ഉണ്ടാകുമല്ലോ. അതിനു മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്, ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രഷർ മുമ്പിലേക്ക് നമുക്ക് പറയാൻ പറ്റും? ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ആദ്യമേ കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് ഹാപ്പി ആയിട്ട് ആ ഇമോഷൻസിലൂടെ അപ്പം ഞങ്ങൾ 4 പേരല്ലാതെയും വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, വശിഷ്ടൊക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറുണ്ട്. അപ്പം അവരിലൂടെയൊക്കെ ഒരു ജേർണി എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു. അത് കഥ കേൾക്കുമ്പോൾ എന്നിലൂടെ മാത്രമല്ല ഞാൻ സഞ്ചരിച്ചത്. ആൻഡ് ഇത് എനിക്കൊരു കൊടുക്കുന്ന എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്. ലുക്ക് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും കൊടുക്കുന്ന എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ മൂവിക്ക് ഒരു യെസ് പറയുന്നത്. അപ്പം അത് തന്നെ തിയേറ്ററിലും നമ്മളെങ്ങനെയാണോ ആ കഥ കേട്ടപ്പം ഓരോ ക്യാരക്ടറിലൂടെയും പല രീതിയിൽ പല കഥകളിലും പോയത്, അതുപോലെ തന്നെ ഓഡിയൻസും അത് ഞാൻ എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എനിക്ക്. സോ ദാറ്റ്സ് ഹൗ മാരിവിൽ ഗോപുരങ്ങൾ ഹാപ്പൻ ടു മീ. അല്ലെ, ഈ മരുവിൽ ഗോകുലേക്ക് ഒന്ന് തിരിച്ചെത്തുമ്പോൾ ഈ സിനിമയുടെ പേര് തന്നെ നമുക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ. ഗോപുരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷ കൂടുതലാണ്. ഗോപുരങ്ങളാണ് ഇപ്പൊ ചർച്ച എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗോപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കൂടാരമാണ് എന്ന് നമ്മൾ പറയാം. അതാണ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതിന് ആ ഗോപുരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഫാമിലി, ഇവരിപ്പം ജ്യേഷ്ഠനും 2 മരുമക്കൾ, അങ്ങനെയാണ് ഒരു കാമുകിയും ഒരു മരുമോളും എന്ന നിലയിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് ഇന്ദ്രനേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്തരം ഒരു ഫാമിലി സബ്ജക്റ്റിൽ നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കുടുംബം ഇങ്ങനെയായിരുന്നു, നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിൽ തട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും സിനിമ കഴിയുമ്പോൾ. ലൈറ്റ് ഹാർട്ടഡ് ആണ് എന്നുവെച്ചാൽ ഇപ്പം ഭയങ്കരമായിട്ടും എന്നുവെച്ചാൽ ഒരു ഹാപ്പി എന്റർടൈൻമെന്റ്. ഓക്കെ, അത് പറഞ്ഞു വെക്കുന്ന വിഷയം ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഈ ലൈറ്റായിട്ട് ഹ്യൂമറിലൂടെ കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ അതൊരു കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ഇറ്റ്സ് എ നൈസ് മൂവി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിരിക്കും. അത്തരം ഒരു മൂവി ആയിരിക്കും. യെസ്. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഉണ്ടായ ഒരു അനുഭവം? ഞാൻ ഡബ് ചെയ്യാൻ വീണ്ടും പോയിരുന്നു. അവാർഡ് കിട്ടിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡബിങ്ങിൽ കയറി. സെലിബ്രേഷൻ തന്നെയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ആ മൂവി ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു. സെലിബ്രേഷൻ തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലത്തും പല പ്രോഗ്രാംസ് ഇപ്പോഴാണ് സെലിബ്രേഷൻ ഏറ്റവും കൂടി നിൽക്കുന്നത്. സിനിമ ഇറങ്ങാൻ പോകും. സിനിമ ഇറങ്ങാൻ അല്ല, പോകും. മാരിവിൽ എന്ന് പറയുന്നത്, മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഒരു റെയിൻബോയുടെ കളേഴ്സ് പോലെയാണ്. ഒരു ഫാമിലിയിലുള്ള 4 പേര് 4 വ്യക്തികളാണ്, 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. ഇവർ 4 പേരും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു. ടീച്ചറിൽ പറയുന്നത് ഒരുത്തന് കല്യാണം കഴിക്കാനുള്ള കുട്ടി വേണം, ഒരുത്തന് കല്യാണം കഴിച്ചിട്ട് കുട്ടി വേണം. ആ ടീച്ചർ പല ചിന്താഗതികളുള്ള 4 പേരാണ്. അല്ല, അത് ആ ചിന്താഗതി ലോകത്തെല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊരു ഫാമിലി എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ നമ്മളെ പോലെ ആയിരിക്കില്ല നമ്മുടെ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആയിരിക്കില്ല കുട്ടികൾ. എല്ലാവരും 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. അപ്പൊ അവർ ഒരുമിച്ച് എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഹാപ്പി ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സിനിമ റിഫ്ലക്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലെ. എന്തുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തിയില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കറിഞ്ഞോളെങ്കിൽ ഞാൻ പറഞ്ഞു പറയുന്നവരായിരിക്കും. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു. ഇതേമാതിരി വില്ലൻ ഗോപുരങ്ങൾ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ ഇറങ്ങുന്നതിൽ. ഞാൻ ഒരു ഷെഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ക്യാരക്ടറിനൊരു സോൾ ഉണ്ട്. പല സ്ഥലത്തും പറയാത്ത കുറെ കാര്യങ്ങൾ ഈ ക്യാരക്ടറിന്റെ ഇതിൽ കാണിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നേരത്തെ വിൻസി പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ് കാണിച്ചു പോകുന്നതും പലതും. അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വർക്ക് ചെയ്തിട്ട് ഞാൻ ഓണസ്റ്റ്ലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ. അപ്പം ഇതാണ് എന്റെ വിശേഷം. ഇപ്പോഴത്തെ വിശേഷം ഇതാണ്. എന്തായാലും ഒരു സബ്ജക്ട് നല്ല സിനിമയിലാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതെ.
നമ്മൾ പിന്നെ പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്. നമുക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, പ്രേക്ഷകർ കൃത്യമായിട്ട് വിധി എഴുതുന്ന പ്രേക്ഷകരാണ്, അതിന് യാതൊരു മാറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ സബ്ജക്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ എക്സാം എഴുതി വെച്ചിരിക്കുകയാണ്, ഇനി മാർക്ക് ഇടുന്ന പ്രേക്ഷകരാണ്. ആ ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ഈ സിനിമ പ്രേക്ഷകർ മുമ്പിലേക്ക് വെക്കുന്നത്. ഞങ്ങൾ നന്നായി നല്ല മാർക്ക് കിട്ടുന്നുള്ളൊരു നന്നായി പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയതാ. അതെ, നന്നായി പഠിച്ചിട്ട് ഇനി പ്രേക്ഷകർ മാർക്ക്, നമ്മൾ മാർക്ക് ഇട്ടിട്ടുണ്ട്. വേറെ വിശേഷങ്ങളൊക്കെ കുപ്പികളൊക്കെ ആണല്ലോ ഇന്ന് ഈ സിനിമയ്ക്ക്. കുപ്പിവള ഈ സിനിമയിൽ കുപ്പികൾ ഇട്ടിട്ടില്ല. ഇല്ല, അതുകൊണ്ട് ഇതിലിട്ടാണോ? അല്ല, എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഇത് സോഫ്റ്റ് ആയിട്ട് എന്നിട്ടപ്പോ ഒന്ന് കുപ്പികൾ. എന്തായാലും ഈ സിനിമയുടെ ട്രെയിലറും പാട്ടുകളൊക്കെ കണ്ടിരുന്നു. നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ രണ്ടുപേരിൽ നിന്നും ഒരു വ്യത്യസ്തമായി ഈ രണ്ടുപേർക്കുണ്ടായിരുന്ന പ്ലസും മൈനസും പറയുവാണെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക്? ഇവർക്കോ? സിനിമയിലോ? സിനിമയിലോ പ്ലസും മൈനസ് ആയിട്ടൊന്നുമില്ല. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ കാണുമ്പോൾ നമ്മൾ എല്ലാവരിലും, ചേട്ടനും എന്നിലും പ്ലസ്, അങ്ങനത്തെ പ്ലസും മൈനസുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലസും മൈനസും എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് സിനിമ കണ്ടിട്ട് അതല്ല അതിന്റെ ഒരു രസം. തീർച്ചയായിട്ടും. സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ, സംവിധായകൻ നമുക്ക് അറിയാവുന്ന പോലെ സിനിമകളിലൊക്കെ വന്നുപോയി ഒരു സംവിധായകൻ. ഇദ്ദേഹത്തിന് ഈ സബ്ജക്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ചിലവർ അവതരിപ്പിക്കാൻ മിടുക്കരായിരിക്കും സ്ക്രിപ്റ്റ്, അതുപോലെ സിനിമയിൽ ഫലിപ്പിക്കണമെന്നില്ല. അതേക്കുറിച്ച് പറയുമ്പോൾ സംവിധായകനെ കുറിച്ച് എന്താണ് പറയുക? അരുണിന്റെ നറേഷൻ അടിപൊളിയായിരുന്നു. അരുണും പ്രമോദും ആയിരുന്നു വന്ന് സിനിമ നറേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ സിനിമ നറേറ്റ് ചെയ്യുമ്പോൾ അതിൽ അവർക്കുള്ള ഒരു കൺവിക്ഷൻ നമ്മളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന സംഭവം. ആൻഡ് അരുൺ ഇസ് എൻ എക്സൈറ്റഡ് പേഴ്സൺ. എല്ലാ ഈ ചെറിയ കാര്യമാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൽ അരുണിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അരുണിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കാണാൻ പറ്റും. ആൻഡ് അത് സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് എന്തെങ്കിലും ഒരു ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പോയി പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു ചമ്മലും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒന്നും വേണ്ട. ലൈക്ക് ദ ഹോൾ സെറ്റ് ഈ ടീസറും പാട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. അരുൺ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ആ ഒരു എസ്തറ്റിക് അരുണിൻ്റെ ഓരോ ഫ്രെയിംസിലുണ്ട്. ഇപ്പോൾ ലൂക്ക് കണ്ടാലും നമുക്കറിയാം, ലൂക്കയിൽ ഓരോ ഫ്രെയിമിനും ഒരു ഡിസൈനുണ്ട്, ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ ഓരോ ആർട്ട് വർക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സെറ്റിങ്ങിനും ഒക്കെ ഒരു ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസൈൻ, അങ്ങനെ ഒരു എസ്തറ്റിക് ഡിസൈൻ ഈ സിനിമയ്ക്കുണ്ട്. അതാണ് ആ ഒരു സോങ്സ് കണ്ടവർക്ക് അറിയാം, ഓരോ വിഷ്വൽസിന് ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഓരോ ഫ്രെയിമും ഡിസൈഡ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് അതിനകത്ത് കൊണ്ടുവരുന്ന ഓരോ പ്രോപ്സും മൈക്രോ മാനേജ് ചെയ്ത് വെച്ച് അങ്ങനെ അത്രയും ഡീറ്റെയിലിങ്ങിൽ സിനിമ കാണുന്ന ഒരാളാണ് അരുൺ. അപ്പോൾ അതിൻ്റെതായ ഒരു എസ്തറ്റിക് ഭംഗിയും ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പം നിങ്ങൾ രണ്ടും ചേട്ടനും അനിയന്മാരായി ഫാമിലിയിൽ ജീവിക്കുന്നു, 2 പേരവിടെ ഉണ്ട്. നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പലരും പല രീതിക്കായിരിക്കും കുടുംബത്തിൽ. ഞാനായിരിക്കില്ല, എൻ്റെ ചേട്ടനായിരിക്കില്ല, എൻ്റെ വൈഫായിരിക്കില്ല, മറ്റ് കുട്ടികളായിരിക്കില്ല. നമ്മുടെ ഒരു ഫാമിലി ലൈഫും വെച്ച് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും? അങ്ങനെ ഒരു റിലേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫാമിലി പോലല്ല ഈ ഫാമിലി എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫാമിലിയാണ്. പക്ഷേ ഇതിനകത്തൊരു ബ്രദർ ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ ഞാനും സർജനായിട്ടുള്ള പല സീനുകളും ഞാനും പൃഥ്വിയായിട്ടുള്ള പല സിറ്റുവേഷൻസ് എനിക്ക് ഓർത്തെടുക്കുന്ന ടൈപ്പ് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ഒബ്വിയസ്ലി ചേട്ടൻ അനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവുമല്ലോ. സോ ആ രീതിയിൽ ഡെഫിനറ്റ്ലി ആ ഒരു ബ്രദർ ഡൈനാമിക്സ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് എ ഫാമിലി ഓൾസോ, ലൈക്ക് ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ശ്രുതി ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഞങ്ങളുടെ ഇതാണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്ററായിട്ട് ഇപ്പോൾ മീനാക്ഷി എന്ന് പറയുന്നത് റോണിയുടെ ഗേൾ ഫ്രണ്ടാണ്. അത് ഡിഫറെൻറ്റ് ഡൈനാമിക്സ് ആണ്. നമുക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ടൊരു കമ്പാരിസൺ വേണ്ട. പക്ഷേ അറ്റ് ദ സെയിം ടൈം സിനിമയ്ക്കകത്ത് ആ ഒരു ഡൈനാമിക്സ് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് റിലേഷൻഷിപ്സ്. ഒരു റിലേഷൻഷിപ്സിനെ ആഘോഷിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ പലതരം റിലേഷൻഷിപ്സ് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. മീൻസ് നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ അഭിനയിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പുറത്തു നിന്ന് കാണുന്ന സിനിമ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ലൊക്കേഷനിൽ വരുമ്പോൾ. ഒരിക്കലും അല്ല. ഞാൻ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സെഷനിൽ അധികം കമ്പനി അല്ലായിരുന്നു. നമ്മൾ റീഡ് ചെയ്തു, നമ്മൾ വീട്ടിലോട്ട് പോയി തിരിച്ചു പോയി. അപ്പം എനിക്കൊരു പേടിയുണ്ട്, എങ്ങനെയാണ് അപ്പം ഈ ഒരു കെമിസ്ട്രി, ഇപ്പം ബ്രദർ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എല്ലാം കൂളായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ കംഫർട്ട് ആക്കുക, ലെറ്റ്സ്
പുള്ളിക്കാരന്റെ ഒരു ശൈലിയാണ്. അത് ചെയ്തപ്പോഴത്തേക്കും തന്നെ അത്ര കൂൾ, അങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നു. അത് ആവശ്യമായിട്ടുള്ളൊരു സിനിമയാണ്. എപ്പോഴും ഈ 4 കഥാപാത്രങ്ങളും ഈ സിനിമയിൽ ഉടനീളം ഉണ്ട്. അപ്പോൾ ഒരുപാട് ഒട്ടുമിക്ക സീനുകളിലും ഇവരെല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെ 2 പേരുണ്ടാവും 3 പേരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കംഫർട്ട് ലെവൽ ഉള്ളപ്പോഴാണ് നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ഇംപ്രൊവൈസ് ചെയ്ത് നന്നാക്കിയിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജി, ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? 4 പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ലൊക്കേഷൻ. എല്ലാം നമുക്ക് പറഞ്ഞു തരാനും നമ്മൾ പറയുന്നത് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു വ്യക്തിയാണ്. ഇതിനകത്ത് നിങ്ങൾ 4 പേരല്ലാതെ വസിഷ്ഠ എന്നൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. വസിഷ്ഠ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എലിമെന്റ് ഈ സിനിമയിലുണ്ട്. അതിന്റെ സർപ്രൈസ് ഒരു അധികം പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഞാനും വസിഷ്ഠുമായിട്ട് കുറെ സീൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ചൈൽഡ് ആൻഡ് അഡൾട്ട് തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് അതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫണ്ണി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മിന്നൽ മുരളി അതെ, പയ്യൻ നന്നായിട്ട് ചെയ്തൊരു പയ്യനും കൂടെയാണ്. അതും നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. ഇതിലൊരു മെയിൻ ലീഡ് തന്നെയാണ്. അതെ അതെ ഞങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഇവര് ജസ്റ്റിന്റെ ഒരു കോംബോ പറഞ്ഞിരുന്നല്ലോ, ഇത് സിനിമയിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? എനിക്കും ഇതുപോലെ ഒരു ബ്രദർ ഉണ്ട്. എന്റെ സ്വന്തം ബ്രദർ, എന്റെ അങ്കിളാണ്. പക്ഷെ ഞങ്ങൾ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് ഇന്ദ്രന്റെ അടുത്ത് ഈ ക്യാരക്ടറിൽ പരിപാടികൾ ചെയ്യുമ്പോൾ എനിക്ക് ഈ സെയിം പരിപാടിയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഷിൻഡോ ചേട്ടൻ ഇതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ഛ എന്നാണ് ഞാൻ പടത്തിൽ വിളിക്കുന്നത്. അപ്പം എനിക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഓൾസോ എനിക്കും ഫസ്റ്റ് ഡേ വന്നപ്പം ഇവൻസ് പറഞ്ഞ പോലെ അങ്ങനെ കമ്പനി അല്ലായിരുന്നു. സ്പെഷ്യലി എനിക്ക് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാൻ സീനിയർ ആയതുകൊണ്ടും അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഹി ഹാസ് മെയ്ഡ് മോർ എഫേർട്സ് ടു മേക്ക് മീ കംഫർട്ടബിൾ. ഞങ്ങള് പിന്നെ ഭയങ്കര ചെല്ലായി എല്ലാവരും. ഒരു ദിവസം കഴിഞ്ഞപ്പോ എല്ലാം സെറ്റായി. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോ അല്ല, ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സീനിയർ ആർട്ടിസ്റ്റ്, നമുക്കറിയാവുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റ്, നമുക്ക് ആ ഒരു അകൽച്ചയാണ് ആദ്യം നമുക്ക് ഉണ്ടാവുന്നത്. അടുത്ത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റ ദിവസം ഒന്ന് അടുക്കാനുള്ള ടൈം അല്ല, അതെല്ലാം എല്ലാവർക്കും ഉണ്ടായുള്ളൂ. ഞാന് ജനഗണമന വർക്ക് ചെയ്തപ്പോഴത്തേക്കിനും പൃഥ്വിരാജ് ചേട്ടൻ ഞങ്ങള് മിണ്ടിയിട്ടേ ഇല്ല. പുള്ളി വരും, വായിക്കും, എനിക്ക് കോമ്പിനേഷൻസും ഇല്ല. ആ കോർട്ട് റൂമിൽ അവിടെ ഇരിക്കും. അപ്പം ചേട്ടനാണല്ലോ, അതൊക്കെ പ്രതീക്ഷിച്ചാ എന്നുള്ളതായിരുന്നു. അപ്പൊ എങ്ങനെ ബ്രേക്ക് ചെയ്യും അത് ഈസി ആയിട്ടുള്ളത്. അങ്ങനെയാണ്. അല്ല, അന്ന് പ്രത്യേക അതിന്റെ ഒരു തിരക്കിലായിരിക്കും. യെസ്, അതെ. പിന്നെ പുള്ളി കൈകാര്യം ചെയ്യുന്ന വെരി സീരിയസ് ഇതല്ലേ, വരിക, അതായത് ഫോക്കസ് ചെയ്യാ, പോവാ, ഈ ഒരു പ്രിപ്പറേഷൻ ആണ്. ഇവിടെ അതല്ലല്ലോ, സീരിയസ് മോഡേ അല്ല, ലൈറ്റ് ഹാർട്ടഡ്. അപ്പൊ ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഫോട്ടോഷൂട്ട് പറഞ്ഞ പോലെ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വന്ന് നമ്മളോട് ഭയങ്കര ഇങ്ങോട്ടേക്കാണ് വന്നത്. എന്നുവെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു വൈബ് വന്നു. പിന്നെ സെറ്റായി. പിന്നെ ഫസ്റ്റ് എല്ലാം സെറ്റായിരുന്നു. എല്ലാം ഫുൾ ടീം സെറ്റായിരുന്നു മൊത്തത്തിൽ. നമ്മൾ മാത്രമല്ല, എല്ലാവരും നല്ലൊരു വൈബ്, എല്ലാവരും തമ്മിൽ നല്ലൊരു എനർജി. ഷൂട്ടിംഗ് തുടങ്ങാൻ തീർന്നൊന്നും അറിഞ്ഞില്ല. മൊത്തത്തിൽ ഒരുപാട് എല്ലാ ചെറിയ ചെറിയ വേഷങ്ങൾ പോലും കൈകാര്യം ചെയ്തിരിക്കുന്ന വളരെ റെപ്യൂട്ടഡ്. ഈ സിനിമകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ചേട്ടാണെങ്കിൽ കുറെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യുന്നു. എന്തെങ്കിലും പാളിച്ച സംഭവിച്ചതെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? പാളിച്ചകൾ സംഭവിക്കും. നമ്മൾ എല്ലാ സിനിമകളും നന്നായിരിക്കുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയാവും, നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകും. അങ്ങനെ ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ഒരു ഓടുന്ന സിനിമ മാത്രം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. നമുക്ക് വരുന്ന സിനിമകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ട്. നമുക്കിപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ നമുക്ക് വരുന്നൊരു സിനിമകളിൽ നിന്ന് നമുക്കൊരു സ്ക്രീനിങ് നടത്തി അതിൽ ഭേദപ്പെട്ടത് ഏതൊക്കെയാണ്. അപ്പോൾ എനിക്ക് വേറെ ബിസിനസ് ഒന്നുമില്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 സിനിമ വരുമ്പോൾ ആ 10 സിനിമയിൽ നിന്നും സ്ക്രീൻ ചെയ്ത് ഒരു 2-3 സിനിമകൾ സെലക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ എനിക്ക് തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കര വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എല്ലാ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ പഠിക്കുക, നമ്മുടെ സക്സസ്സിൽ ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക, നമ്മുടെ ഫെയിലിയേഴ്സിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആവാതിരിക്കുക, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ആക്ടർ ചെയ്യേണ്ടതാണ്. ഞാൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെ, നമുക്ക് പറ്റുന്ന പോലെയല്ലേ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നുണ്ട്. യാത്രകൾ പല സമയത്തും നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും?
ചില യാത്ര സിനിമയിലേക്കുള്ള യാത്രകളുണ്ട്, അത് വേണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് വേണ്ടായിരുന്നു എന്ന് തോന്നിയ സിനിമകളുണ്ടാവും. അങ്ങനെയും തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പകുതി വെച്ച് നമുക്കൊരു സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് അങ്ങനെ വിട്ടുപോകുന്നില്ലല്ലോ. നമ്മുടെ സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഡെഡിക്കേഷനോടെ സിനിമ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ജോലി. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല ഒരു സിനിമ പോകുന്നതെങ്കിലും നമ്മൾ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 100% നമ്മുടെ ഡെഡിക്കേഷനോടുകൂടി ഉള്ള സാധനം എത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളത് ചിന്തിച്ച് ആ സിനിമ കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കലാകാരനാവുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മളെ വെറുക്കപ്പെടുന്നവനായി മാറും. ഏത് സിനിമയും നമ്മൾ പൂർണ്ണമായിട്ട് അതിനോട്ട് ചേർന്ന് നിന്ന് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. വിൻസി പറഞ്ഞ പോലെ വിൻസിയുടെ സിനിമ ഇറങ്ങി, തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ വന്ന് കണ്ടിരുന്നു ആ സിനിമ. നമുക്ക് വേണ്ടത്ര തിയേറ്ററിൽ ബ്രീത്തിങ് ടൈം തന്നില്ല. അല്ല, സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ, അവാർഡിലേക്ക് വരെ പോകുന്ന സിനിമകളിലേക്ക് മാറുന്ന സിനിമയാകുമ്പോൾ നമുക്ക് അങ്ങനെ തരാതിരിക്കുമ്പോൾ വളരെ മാനസികമായിട്ട് എനിക്കറിയാം, അന്നൊക്കെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിരുന്നു. ആ സിനിമ കാണാനുള്ള അവസരം പോലും പ്രേക്ഷകർക്ക് നൽകുന്നില്ലാത്ത അവസ്ഥ. അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് എങ്ങനെയാണ് ചിന്തിക്കാറ്? അതൊരു വലിയൊരു ലെസൺ ആയിരുന്നു. പക്ഷെ അതിന്ന് ഇപ്പം എത്തി നിൽക്കുന്ന ഷിഫ്റ്റ് വേറൊരു രീതിയിലാണ്. അതായത് ആ സമയത്ത് എൻ്റെ ഷോൾഡറിലുള്ള ഒരു മൂവി എന്നായിരുന്നു ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തൊരു മൂവി ആയിരുന്നു. അപ്പൊ അതിന് മാർക്കറ്റിംഗ് സൈഡ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം, അത് ആൾക്കാരിലോട്ട് എത്തിയില്ല. ഇവൻ തോ ആൾക്കാരിലോട്ട് എത്തിയാലും എല്ലാ ഓഡിയൻസിലോട്ട് അത് പോകുന്ന ടൈപ്പ് ഓഫ് മൂവി അല്ല. ഫാമിലി ഓഡിയൻസിനൊന്നും അത് ചിലപ്പം കണ്ടിരിക്കാനോ കുട്ടികൾക്ക് പറ്റത്തില്ല. അപ്പം അത് എത്രത്തോളം ഉണ്ട്. പക്ഷെ അത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ അതിനെ ഇമോഷണലി ആണ് അതിനെ അപ്രോച്ച് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഞാൻ ഷോൾഡർ ബാഗ് ചെയ്യുന്ന ഒരു മൂവി പോലെ എന്നൊക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതിന് കിട്ടിയൊരു പാഠം, നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ആധികാരികമായിട്ട് അപ്പുറത്തേക്ക് തലയിടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചു. അത് എനിക്ക് പറ്റാവുന്നത് ഐ ക്യാൻ ഡു. അതിൻ്റെ അപ്പുറത്തേക്ക് വിഷമിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്തു, നമ്മൾ ചെയ്യാം, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്യാം. കൃത്യമുണ്ട്. അതൊരു വലിയൊരു പാഠമാണ്. ആ സമയത്തൊക്കെ രുചിയെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ ദയനീയമായിട്ട് തോന്നും. അത്രയ്ക്കും ഭാരം ചുവന്ന് നടക്കുകയായിരുന്നു. അതിനുള്ള അംഗീകാരം എനിക്ക് കിട്ടിയല്ലോ ആ സിനിമയിലൂടെ. ആ ഭാരം ചുവന്നുകൊണ്ടല്ല എന്ന് ഞാൻ പറയാം, പക്ഷെ ഭാരം ഒത്തിരി ചുവന്നു വന്നു. അതിന് ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല. കാരണം അത് വല്ലാത്ത ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു അതിലോട്ട് എത്തണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. എൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ടത് എന്റെ കൺട്രോളിലല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സിനിമകൾ കാണാനുള്ള അവസരം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിനിമയുടെ റിലീസിങ്ങിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. 10-15 സിനിമകൾ ഒരുമിച്ച് റിലീസ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ടൈം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതൊരു വലിയ പ്രശ്നമായി തോന്നുന്നുണ്ടോ? അതൊരു വലിയ പ്രശ്നമല്ല. സിനിമയുടെ ഒരു അന്തരീക്ഷം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സിനിമകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ചെറിയ സിനിമകൾക്ക് തിയേറ്ററിൽ സർവൈവ് ചെയ്യാനുള്ള ഈ പറഞ്ഞതുപോലെ പഴയതുപോലുള്ള ഒരു സമയമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് അച്ഛൻ KSFDC ചെയർമാൻ ആയിരുന്ന സമയത്താണ് സർഗം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നത്. സൂപ്പർ ഹിറ്റ്, 1 വർഷം ഓടിയ സിനിമയാണ്. പക്ഷെ സർഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14-15 ദിവസം തിയേറ്ററിൽ ആളില്ലായിരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഒപ്പീനിയൻ കേട്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നത്. ഒരു 25 ദിവസം ആയപ്പോൾ തൊട്ട് പിന്നെ 300 ദിവസം വരെ പടം ഫുള്ളായിട്ടാണ് ഓടിയത്. അപ്പോൾ അത്രയൊന്നും സമയമെന്നില്ല ഒരു സിനിമയ്ക്ക്. ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റി കേട്ട് പ്രേക്ഷകർ വന്ന് സിനിമ കാണാനുള്ളൊരു സമയമെന്നില്ല. പിന്നെ ഇന്ന് ഒരുപാട് മറ്റ് ഫോംസ് ഓഫ് ബിസിനസ്സുകളുണ്ട്. OTT ബിസിനസ്. OTTയിലൊക്കെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 25 ദിവസം 35 ദിവസം ഇങ്ങനെയൊക്കെയാണ് അഗ്രിമെൻറ്റിൽ. 25 ഡേയ്സ് കഴിയുമ്പോൾ OTTയിൽ വരും. അപ്പോൾ അത്രയും ദിവസം സിനിമകൾക്ക്, പ്രത്യേകിച്ച് ചെറിയ സിനിമകൾക്ക് തിയേറ്ററിൽ, ചെറിയ സിനിമകൾക്ക് എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും മൗത്ത് പബ്ലിസിറ്റി വെച്ച് കേട്ടറിഞ്ഞാണ് ആൾക്കാർ തിയേറ്ററിൽ വരുന്നത്. ആ ഒരു സമയത്തിൻ്റെ ഒരു കോറിഡോർ ഇപ്പം ഇന്നില്ല. ആദ്യത്തെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമയാണ് എന്ന് അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും അത് കേൾക്കാനുള്ള ടൈം കിട്ടിയാൽ മതി. അതെ. അത് തിയേറ്ററോട് മേലെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇല്ല, ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മെഷീനറിയാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തെ സ്ക്രൂ മാറ്റും, ഒരിടത്ത് ഇത് വയ്ക്കും, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനറിയാണ്. അതിൻ്റെ അന്തരീക്ഷം മാറുന്ന പോലെ തന്നെ അതിനകത്തുള്ള ഒരു എൻവയൺമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സിനിമകളുടെ എണ്ണം മാറും, ജോണർ ഓഫ് സിനിമകൾ മാറും, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനറിയാണ്. അപ്പോൾ നമ്മൾ ആ കാലത്തിനൊത്ത് നീങ്ങുക എന്നുള്ളതാണ്. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആസ് എൻ ഓഡിയൻസ് അതിനോട് റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയ സിനിമകൾ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ്. ഒരു വർഷം 242 സിനിമയാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. അതാണ് നമ്പേഴ്സ് തന്നെ കണ്ടില്ലേ, 242 സിനിമ. അത് തിയേറ്ററിൽ കളക്ഷൻ കിട്ടിയ സിനിമ 6 എണ്ണമാണ്. സക്സസ് ആയ സിനിമ 13 എണ്ണം. 244 സിനിമയുടെ എണ്ണത്തിലാണ് ഈ പറയുന്നത്. അതെ,
പക്ഷെ അതിനർത്ഥം ഇപ്പൊ 14 6 അല്ലേ പറഞ്ഞു 240 അപ്പൊ അതിനർത്ഥം ആ ബാക്കിയുള്ള 220 സിനിമകൾ മോശമായിരുന്നു എന്നല്ല. ആ 220 സിനിമകളിലും നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പക്ഷെ എവിടെയോ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോയിട്ട് സംഭവിച്ചു. കിട്ടാതെ അതാണ് വാസ്തവം. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും ചെറിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിനുള്ള അവസരം കിട്ടിയാൽ മാത്രം അതെ. ചെറിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. ഇത്തരം സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ താങ്കൾ അഭിനയിച്ച സിനിമകളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ മാനസികമായി നമുക്ക് വലിയ ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. നമുക്കിനി നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടും ആളുകൾ കാണുന്നില്ല. അത്ര ചിന്താഗതിയിലൊക്കെ പോയിട്ടില്ല പല സിനിമകളും. പോയിട്ടുണ്ട് നമ്മള്. ബട്ട് അതാണ് യാഥാർത്ഥ്യം. അതിന് നമുക്കൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ കീപ്സ് ചേഞ്ചിങ്. ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകൾ ചിലത് കണ്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ട്, ആൾക്കാർ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. അതിൽ നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് സിനിമ അഭിനയം മാത്രമേ അറിയുള്ളൂ. അപ്പം ഓരോ സിനിമയും ഓരോ സിനിമ മോശമാകുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ കാണാതിരിക്കും, അത് നമ്മളെ ബാധിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേറെ ലൈഫിലെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. നമുക്ക് കരിയർ ഒരു ആഗ്രഹം ഉണ്ടാവും. ഒന്നും വർക്ക്ഔട്ട് ആവണമെന്നില്ല അതുപോലെ തന്നെ. ബട്ട് വിഷമമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ദാറ്റ്സ് ദ റിയാലിറ്റി ദാറ്റ് ഐ ഹാവ് ടു ഫേസ്, ഓർ എനിവൺ. ഐ എം ഷുവർ എന്നെ പോലെ തന്നെ പലരും പല സിനിമകളും ചെയ്ത് ഇങ്ങനെ നല്ല സിനിമയാണെന്ന് വിചാരിച്ച് ആൾക്കാർ കാണാത്ത കുറെ സിനിമകളുണ്ടാവും. എന്നാലും ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനോടൊപ്പമുള്ള യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതെ. നമ്മൾ മടി വിചാരിച്ചാൽ നമ്മൾ തന്നെ ഇരുന്ന് പോകും. അതെ. സിനിമ വലിയ കടല് പോലെ കിടക്കുകയാണ്. നമ്മൾ വീട്ടിലിരുന്ന് അവിടെ തന്നെ ഇരുന്ന് പോകുന്നുള്ള നല്ലൊരു പാഠമാണ് കേട്ടോ. നമുക്കറിയാവുന്ന ജോലിയല്ല നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ ജോലിയിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിടിഞ്ഞു പോലെ പറഞ്ഞതുപോലെ മനസ്സിടിഞ്ഞു പോലെ തീർച്ചയായും അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ് വരും, പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ യാത്ര അങ്ങനെ ഒരു നദി ഒഴുകുന്ന പോലെ. ഒഴുക്കിനൊപ്പം നമ്മൾ നീങ്ങുന്നു. അപ്പോഴോട് നമുക്ക് വിജയമുള്ളൂ. ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. സലീം കുമാറുണ്ട്, സായി കുമാറുണ്ട്. എല്ലാവരും ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്നെങ്കിലും അവർക്ക് വേണ്ട സ്പേസ് കൊടുത്ത് തന്നെയല്ലേ ഈ സിനിമ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിന് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ ചെറിയ റോൾ ആണെങ്കിൽ പോലും വന്ന് പോകുന്നതിനൊരു സ്പേസ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അല്ല വെറുതെ ഒരു കാര്യമില്ലാതെ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒന്നുപോലും ഇല്ല ഈ സിനിമയിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. സോ ആ രീതിയിൽ അത് ഇവരുടെയൊക്കെ പ്രസൻസ് അതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ നാള് കാത്തിരുന്ന അദ്ദേഹം വിദ്യാസാഗർ ഒന്ന് മ്യൂസിക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഹൈപ്പ് വേറെ രീതിക്ക് വേണ്ടി ആ വലിയ ഷോ പോലെ തന്നെ ഇവിടെ നടത്താൻ കഴിഞ്ഞു. അത്രമേലും മ്യൂസിക് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്കലി പാട്ടുകൾ ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഏറ്റവും ഇമ്പമാർന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇറങ്ങിയ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് ഹിറ്റുകളാണ്. യൂട്യൂബിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും ഒക്കെ ഭയങ്കര കൂടുതലാണ് ലിസണേഴ്സ്. അപ്പം വിദ്യാജി കുറേ നാൾക്ക് ശേഷം എനിക്കൊന്ന് ലാസ്റ്റ് ചെയ്തത് സോളമന്റെ തേനീച്ചകൾ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്യുന്ന സിനിമയാണ്. വിദ്യാജിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഇന്നും ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. വിദ്യാജി സംഗീതം നൽകിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജി ഈണം നൽകിയ ഒരു ഗാനത്തിൽ അഭിനയിക്കാൻ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മീശമാധവന്റെ സമയം മുതൽ വിദ്യാജിയുടെ ഗാനങ്ങൾ കേൾക്കുകയും പല സ്റ്റേജുകളിൽ പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സോങ്സും വിഷ്വൽസും ഒക്കെ കാണുമ്പോൾ തോന്നും എന്തെങ്കിലും ഒരിക്കൽ വിദ്യാജിയുടെ സോങ്ങിൽ അഭിനയിക്കണം. 21 ഇയേഴ്സ് കാത്തിരുന്നു. ഏതായാലും കാത്തിരുന്നെങ്കിലും വൈകി വന്നാലും വസന്തമായി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു നല്ല ഗാനത്തിൽ, നല്ല വിഷ്വൽസ് ഉള്ള ഒരു ഗാനത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. നല്ല തീർച്ചയായിട്ടും അത് വലിയൊരു ആഗ്രഹം പോലെ നടക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ നമുക്ക് കാണുന്നത്. ഈ സിനിമയിൽ മറ്റ് മേഖലയിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എറണാകുളം തന്നെയായിരുന്നോ അതോ? എറണാകുളം ആയിരുന്നു മെയിൻലി. പിന്നെ നമ്മൾ കുറച്ച് സോങ് കട്ട്സിന് വേണ്ടി മാത്രം വാഗമണിൽ ഒരു ദിവസം പോയി ഷൂട്ട് ചെയ്തിരുന്നു, മാത്രമേ ഉള്ളൂ. ബാക്കി മെയിൻലി എറണാകുളം തന്നെ, എറണാകുളം ആൻഡ് സറൗണ്ടിങ്സ്. ഈ ഡയറക്ഷന്റെ കാര്യമൊക്കെ ഇന്നാൾ തൊട്ട് പറയുന്നുണ്ട്, എന്തായി എന്നുള്ളത് ഞാൻ ചോദിച്ചു തന്നെ വീണ്ടും പറയും, കാത്തിരിക്കാൻ പറയും എൻ്റെ അടുത്ത്. ഇല്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്ന് ഹോൾഡിൽ വെച്ചിരിക്കുക. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരും അറിയിക്കും. അതെ, നിങ്ങൾ ചോദിക്കുന്നില്ല, ഞാൻ പറയുന്നില്ലല്ലോ. ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറഞ്ഞില്ലേ. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. എനിക്കും ആഗ്രഹമുണ്ട്, സമയമാകുമ്പോൾ നടക്കും. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇനി ഉറപ്പായിട്ട് അവസരം. നിങ്ങൾ ആദ്യമായിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ചപ്പോ മനസ്സിലായല്ലോ ആള് കൂളാണ്, പിന്നെ അവസരം തരുമെന്നാണ് അല്ലേ? കൂളാണ്, പക്ഷെ അത് അതെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ അനുയോജ്യമായ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന മുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. യാതൊരു മാറ്റവും. എംപുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ അമേരിക്കയിലെ ഷെഡ്യൂൾ ഇപ്പൊ തുടങ്ങുന്നു. അപ്പോ അതിനായിട്ട് ഞാനിപ്പോ നെക്സ്റ്റ് വീക്ക് അമേരിക്കയിലേക്ക് പോവാണ്. അമേരിക്കയിലെ ഷെഡ്യൂൾ തൊട്ടുണ്ട്.
തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഷൂട്ടിംഗ് ഉണ്ട്, ഇനിയും ഏതൊക്കെയോ ഫോറിൻ കൺട്രീസിൽ ഷൂട്ടിംഗ് ഉണ്ട്. എല്ലായിടത്തും എനിക്ക് ഷൂട്ടിംഗ് ഇല്ല, പക്ഷേ എനിക്ക് US-ലും ഇന്ത്യയിലുമാണ് വർക്കുള്ളത്. അതെ, വലിയ പടമായിരിക്കും, വെരി ബിഗ് ഫിലിം. ഒരു ഡൗട്ടും ഏറ്റവും വലിയ പടമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ആടുജീവിതം റിലീസിന് ഒരുങ്ങിയാണ്. അതെ, അതേക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ? അത് ഇപ്പോൾ എനിക്കൊന്ന് ഏപ്രിലാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അതിന്റെ ഓഡിയോ ലോഞ്ച് എന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് റഹ്മാൻ സാറൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വലിയ ഇവന്റ് ആയിട്ടാണ് നടത്തുന്നത്. അതെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കാരണം നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം. അപ്പം ആ രീതിയിൽ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായ വിഷ്വൽ, ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് പെയിനും ഹേർട്ടും ഒക്കെ ആണ്. അപ്പോൾ അത് സിനിമയിലോട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ബ്ലസ് ചേട്ടനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് സംവിധായകൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും ഗംഭീര ടെക്നീഷ്യൻസ് അതിൽ വരുമ്പോൾ, ഇപ്പം റഹ്മാൻ സാറ് അല്ലെങ്കിൽ റസുപ്പുക്കുട്ടി, ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റി അതുപോലെ എലിവേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷയിലും അപ്പുറം വിഷ്വൽസ് ആ സിനിമയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറച്ച് വിഷ്വൽസ് ഞാൻ കണ്ടു. ആൻഡ് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അത് കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്, ആ സിനിമയുടെ പുറകിലിട്ട ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഭയങ്കരമാണ്. കാരണം പൃഥ്വി ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പൃഥ്വി ഇതുവരെ ആരും അങ്ങനെ ഒരു ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. മെലിഞ്ഞ ഒരു അവസ്ഥയിലൊരു ഫോട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു, പക്ഷെ അതല്ല, അതിലും ഭയങ്കര ക്ഷീണിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സിനിമയിൽ. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് നജീബിനോട് 100% നീതി പുലർത്താൻ വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഫിലിം വിച്ച് ഓൾ ഓഫ് us are waiting for. ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പൃഥ്വി അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്ന ആളല്ലേ. ഓബ്വിയസ്ലി ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഇത്രയും വർഷം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്കറിയാം കോവിഡ് സമയത്ത് പോലും ജോർദാനിലൊക്കെ ഫുൾ ടീം പെട്ടുപോവുകയും 2 മാസം അവിടെ മരുഭൂമിയിൽ താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് നൽകിയൊരു സിനിമയാണത്. ഇത്രയും കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഏപ്രിൽ ആ സിനിമ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു നോവലാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതിന്റെ റിലീസിന്. ഇത്രയും വലിയൊരു സ്ക്രീനിലേക്ക് വരാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അത്തരം ഒരു വലിയ സിനിമകളിലേക്ക് എത്താൻ കഴിയുന്നില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാ കാലഘട്ടങ്ങളിലെയും എൻ്റെ സിനിമാ കരിയർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പല കാലഘട്ടങ്ങളിലുള്ള ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ മീശമാധവൻ എടുത്തോളൂ, അല്ലെങ്കിൽ ചാന്തുകൂട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എടുത്തോളൂ, ലൂസിഫർ എടുത്തോളൂ. ഒരുപാട് വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ എൻ്റെ ബിഗിനിങ് ഓഫ് ദ കരിയർ മുതൽ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഒരു നോ കംപ്ലയിൻസ്. വലിയ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വലിയ. ഇപ്പോൾ ലൂസിഫർ വലിയ സിനിമയല്ലേ, അതിൻ്റെ ഭാഗമാണല്ലോ. അല്ലെ ഗോവർദ്ധൻ കുറച്ച് ഉള്ളെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു. എംപുറാനിൽ അതിലും ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ മൈ കരിയർ ഇസ് ഗോയിങ് ഫോർവേഡ്. സോ ഐ എം ഹാപ്പി. ഒരു പ്രൊഡക്ഷനിലേക്ക് എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും എല്ലാം ഞാൻ ഇത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കാരണം പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, ഇതൊക്കെ എനിക്ക് സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അപ്പോൾ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലെ പല മേഖലകളും എക്സ്പ്ലോർ ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് അതിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം നടക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നിങ്ങളൊന്നും ഫോൺ വിളി വളരെ കുറവാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 2 ഇന്റർവ്യൂവിൽ ഇത് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലും എന്നോട് പറഞ്ഞു ഫോൺ വിളി വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നില്ല. ഞാൻ അമ്മയെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എത്ര വിളിച്ചാലും അവർക്ക് ഒരു കോൾ ചെയ്തല്ലടാ നിനക്ക് 2 നേരം വിളിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ അമ്മയോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വർക്കില്ല. ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം 2 മാസം അമ്മ ഇവിടെ ഉള്ളപ്പോഴും അമ്മ ട്രിവാൻഡ്രത്തുള്ളപ്പോഴും അമ്മയോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലയിന്റ് അടുത്തിടയ്ക്ക് അമ്മ പറഞ്ഞു കാണാൻ വഴിയില്ല. അത് ഹൈദരാലി കൈന്നിട്ട് പറയാൻ എനിക്ക് പറഞ്ഞത്. നമ്മുടെ ഈ സിനിമ ഏതാണ് ഷാജോനൊക്കെ അഭിനയിച്ച സിനിമയുടെ ഇന്റർവ്യൂ പോയപ്പോൾ അതെപ്പോഴാണ് മറ്റേ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്ത സിനിമയല്ലേ, അത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ വിളി കുറവെന്ന് മാത്രം. പക്ഷെ വിളിക്കാതിരിക്കില്ല. ഇല്ല, ഇപ്പൊ അമ്മ രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വൈകിട്ട് വിളിക്കും. എടാ എവിടെയാടാ നീയൊക്കെ നീക്കും. ഞാൻ രാവിലെ പറഞ്ഞില്ലേന്ന് പറയാം. അപ്പൊ അമ്മയ്ക്കൊരു തോന്നലാണ് നമ്മൾ വിളിക്കുന്നില്ല എന്ന്. പക്ഷെ പിന്നെ ശരിയാണ്, എല്ലാവരും ഷൂട്ടിങ്ങിലാണ്. അമ്മയും ചിലപ്പോൾ വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുക്കാറില്ല. അമ്മയും ഷൂട്ടിങ്ങിലായിരിക്കും, ഞാനും ഒരു സ്ഥലത്തായിരിക്കും, പൃഥ്വി ഒരു സ്ഥലത്തായിരിക്കും. അത് എപ്പോഴും അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. പക്ഷെ പറ്റുമ്പോഴൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. മീൻസ് ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം ഉണ്ടായിരിക്കും സിനിമ ലൊക്കേഷനിൽ. ഇന്ദ്രിയത്തിൽ നിന്നൊരു ഉപദേശം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉപദേശം ഇല്ല. അല്ല, എന്നാലും ഓരോ സമയത്തും നമ്മൾ ഓപ്പോസിറ്റ് അഭിനയിക്കുമ്പോൾ ഓരോ ടിപ്സുകൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അല്ല, അതെപ്പോഴും ഇപ്പൊ ഞാനിപ്പം ലാലേട്ടനോട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ മമ്മൂക്കയോട് അഭിനയിക്കുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവര് അഭിനയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിൽ നിന്ന് നമുക്കൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും പറയാതെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വേറൊരു സീനിയർ ആക്ടറിനോട് അഭിനയിക്കുമ്പോൾ
ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിനോട് എനിക്ക് ഇപ്പോൾ റാം എൻ്റെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ ലണ്ടനിൽ 45 ഡേയ്സ് ഞാൻ ലാലേട്ടനെ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ഒരു സ്നേഹം, അതൊക്കെ ഭയങ്കര ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അത് അതുപോലെ ഒരു ആളിക്കത്തുന്ന തീ പോലെ ഇപ്പോഴും ഉണ്ട്. സോ അതൊക്കെ ഒരു എക്സാമ്പിളാണ് നമുക്കും അതുപോലെ പുതുതലമുറയ്ക്കൊക്കെ ഹൗ പാഷനേറ്റ് എ പേഴ്സൺ ക്യാൻ ബി ടുവേർഡ്സ് ഹിസ് പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അത് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് അവരോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവരൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും അതൊക്കെ ഒബ്സർവ് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ അല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കഥാപാത്രം ഒത്തിരി. ഇത് ഇപ്പം എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞു, ഞങ്ങൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രം വേണം. അങ്ങനെ ഒരു കഥാപാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും മനസ്സിലുള്ളത്? അങ്ങനെ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. എനിക്കിപ്പോൾ കഥാപാത്രങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. ഇപ്പം ആഫ്റ്റർ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പം വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ക്യാരക്ടേഴ്സ് കുറവും ലീഡ്സിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്ന. അപ്പം ലീഡ് വരുന്നത് ലിമിറ്റഡ് ആയിട്ട് എനിക്ക് വരുന്നത്. ഇതിന് മുന്നേ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ വരും. അപ്പം അതിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൂടുതലായിരുന്നു. അതിലും മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നാടൻ ക്യാരക്ടേഴ്സിലോട്ട് സ്റ്റക്ക് ചെയ്യുമ്പോൾ ഒരു മോഡേൺ ഷെയ്ഡ് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ വരുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഒന്നുമില്ല, ക്യാരക്ടേഴ്സ് വരട്ടെ എന്നുള്ളതാണ്. എനിക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പൊ ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്നുണ്ടോ? അവാർഡ് കിട്ടിയതിനു ശേഷമാണ് അങ്ങനെ. അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത്തരം ഒരു ചിന്താഗതി മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല, അതിന്റെ കാരണം അറിയില്ല. പക്ഷെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്നു, ക്യാരക്ടേഴ്സ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ റെഡിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ഇതിൽ പോലും മാരിവില്ലും ഗോപുരങ്ങളിൽ പോലും ലീഡ് എന്നുള്ള രീതിയിലല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടർ. ഇപ്പം 4 പേരുടെ ആണെങ്കിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ക്യാരക്ടേഴ്സ് ആണ് എപ്പോഴും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടറും. അപ്പം ഐ എം വെയിറ്റിംഗ്. അത് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഞാൻ അതിനെ ക്യാരക്ടറായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അല്ല, ഇതൊരു ഇങ്ങനെയൊന്നും പറയുന്നവർ വളരെ ചുരുക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ചുരുക്കമായിട്ട് എനിക്ക് പേഴ്സണൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന. അല്ല, ചിലവർക്ക് അവാർഡ് കിട്ടുമ്പം they will get lot of opportunities. എനിക്ക് പേഴ്സണലി ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ പോലെ, അതായത് ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്ന പോലെ തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും പറയില്ലോ, കൈന്നിട്ട് പറയാനും പറ്റില്ലോ. അല്ല, ഇനിയും നല്ല വേഷങ്ങൾ തേടി എത്തട്ടെ. അതാണ് നമുക്ക് വേണ്ട. എന്നും തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ വിൻസിയുടെ സ്ക്രീൻ ഒരു സ്പേസ് ആണെങ്കിൽ കാണാനുള്ള വേണം നമുക്ക്. പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ ഒരു സീനാണെങ്കിൽ മനസ്സിൽ അത് ഉൾക്കൊള്ളണം. ഇപ്പം സൗദി വെള്ളക്കയിൽ ഒരു ചെറിയൊരു സീൻ വന്നു പോയി, പക്ഷെ അതിനുള്ള ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു കോട്ട് സീനിൽ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നുള്ളൂ. അത്രയാണെങ്കിലും ഐ എം ഫൈൻ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ. ആരുടെ കൂടെ ഇനി അഭിനയിക്കണമെന്നൊരു ആഗ്രഹമാണ്? മമ്മൂക്ക. വെരി മച്ച്. എനിക്ക് കാതിൽ കണ്ടേ പിന്നെയാണ് ഈ ആഗ്രഹം തീവ്രമായ. എന്തോ എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നി. അപ്പം അതിൽ എനിക്ക് ആരായിട്ടാണെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ്, ഐ മീൻ ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഒപ്പം ചെയ്യണം എന്നുണ്ട്. സാധ്യമാകട്ടെ അല്ലെ? സാധ്യമാകട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാണെന്നല്ലോ നമുക്ക് എല്ലാവരും ആഗ്രഹം. അടുത്ത പ്രോജക്റ്റ് നടന്ന സംഭവം ആൻഡ് ഗിർ, അത് റിലീസ് ആവാനുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാർമ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്. തമിഴില് ഡിമോണ്ടി കോളനിയുടെ സെക്കൻഡ് പാർട്ടിലൊരു പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി ആണിപ്പോ ഉള്ളത്. കഥ കേട്ടോണ്ടിരിക്കാം പറ്റിയിട്ടില്ല. ഇനി സൂപ്പർ സിനിമയിലേക്ക് വരണം. നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ കായലിനൊപ്പം നീന്തണം. നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീന്തൽ നിർത്തരുത്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട്, നീന്തുന്നത് നന്നാവും. അതെ അതെ. അപ്പൊ ഒത്തിരി സന്തോഷം. സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിന്റെ 25-50 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകട്ടെ. എമ്പുരാൻ അതിലും സൂപ്പറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. ഞങ്ങൾ ഇതിന്റെ 25-50 ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഷൂട്ടിങ്ങിലായെങ്കിലും ഞങ്ങളിവിടെ ആഘോഷിക്കും. തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള ഭാഗ്യം. ഇത്ര നേരം ഞങ്ങൾ സഹായിച്ച 4 പേർക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ മറക്കണ്ട, ഫെബ്രുവരി 16. മാരിവില്ലിൻ ഗോപുരം. താങ്ക് യു.